സുന്ദരപാണ്ഡ്യപുരത്ത് എത്തിയപ്പോൾ വളരെ ഭംഗിയുള്ള ചില കാഴ്ചകൾ കാണാൻ സാധിച്ചു. എന്നാൽ അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാനുള്ള ഒരവസരം ഇവിടെ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ചെറുതും വലുതുമായ റോഡുകൾ, അത് സുന്ദരമായ കാഴ്ചകൾ ഇവിടെ ഒന്ന് കിട്ടും. നല്ല സുന്ദരമായ കാഴ്ചകൾ കാണാൻ സുന്ദരപാണ്ഡ്യപുരത്തെ സൺഫ്ലവർ തോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സുന്ദരപാണ്ഡ്യപുരത്തെ സുന്ദരമായ കാഴ്ചകൾ, സൂര്യനെ നോക്കി നിൽക്കുന്ന സൂര്യകാന്തി, എത്ര മനോഹരമായ കാഴ്ചയാണ്. രസാവഹമായ ഒരു കാഴ്ച കാണാൻ സുന്ദരപാണ്ഡ്യപുരത്ത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ പ്രത്യേകത നാച്ചുറലായിട്ടുള്ള പൂക്കൾ, അതിൻ്റെ കൃഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൂര്യകാന്തിയുടെ ഒരു സുന്ദര നിമിഷം. എത്ര സുന്ദരമായ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. മനസ്സിന് ഉല്ലാസം നൽകുന്ന ആ ഒരു സുന്ദരമായ കാഴ്ച, മനോഹരമായിട്ടുള്ള സൂര്യകാന്തി, ആ സൂര്യകാന്തിയുടെ തോട്ടത്തിൽ കൂടി ചെറിയ നിമിഷങ്ങൾ സൂര്യനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഈ ഒരു കാഴ്ച സുന്ദര നിമിഷങ്ങൾ, സൂര്യകാന്തിയുടെ സുന്ദര നിമിഷങ്ങൾ. അവിടെയും പോവുണ്ട്. പിടിക്കല്ലേ ഞങ്ങളുടെ പൂവിന്റെ ഈ കുഞ്ഞിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കും. കാറ്റടിക്കുന്ന ഈ ഒരു മനോഹര തോട്ടത്തിൽ എത്ര നേരം നിന്നാലും ആ മനോഹാരിതയ്ക്ക് ഒരു മാറ്റവും വരാതെ സൂര്യനെ നോക്കി നിൽക്കുന്ന ആ പൂക്കളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം ആളുകളാണ് ഈ തോട്ടത്തിൽ വന്ന് ഇത് കാണാനുള്ള, ആ സൗന്ദര്യം നുകരാനുള്ള ആ കാഴ്ചയിലേക്ക് ഇവിടെ എത്തിപ്പെടുന്നത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആളുകളെല്ലാം ഇങ്ങനെ വന്ന് ഇതിനെ പടമെടുക്കുന്നവരെയും ഇത് കണ്ട് ആസ്വദിക്കുന്നവരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ തമിഴ്നാട്ടിലെത്തിയ തെങ്കാശി കഴിഞ്ഞിട്ടുള്ള സുന്ദരപാണ്ഡ്യപുരം എന്നുള്ള ഒരു ദേശമാണിത്. ഇവിടെ തെങ്ങുണ്ട്, പനകളുണ്ട്, വളരെ മനോഹരമായ ഒരു കാഴ്ച. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ഫാൻ കറങ്ങുന്നത്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, എപ്പോഴും കാറ്റ് ലഭിക്കുന്ന ഈ ഒരു പ്രദേശം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്ര സുന്ദരമായൊരു കാഴ്ചയാണിത്. സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ തക്കാളി വിളഞ്ഞു നിൽക്കുന്ന ഈ പാടം, എത്ര മനോഹരമായ തക്കാളികൾ, കൃഷി ഉൾപ്പെടെയുള്ള ഈ ഒരു പാടത്താണ് നമ്മളുള്ളത്. തക്കാളികൾ വിളഞ്ഞു നിൽക്കുന്ന ആ ഒരു തോട്ടം, മനോഹരമായ കാഴ്ച കാണാൻ ഒരുപാട് കാഴ്ചകളാണ് ഈ ഭാഗത്ത് നിന്ന് ഉള്ളത്. സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ മനോഹര കാഴ്ച, കാറ്റിൻ്റെ ആ ഓളം, വളരെയധികം ആളുകളാണ് ഇവിടെ ഇത് കാണാനായിട്ട് എത്തിച്ചേരുന്നത്. പക്ഷേ ഇതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാളിന് 30 രൂപ വെച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതും ഇവരൊരു വരുമാനമായിട്ടാണ് കാണുന്നത്. സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ പ്രത്യേകതകളാണിത്. വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാം സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന്. ആളുകളെല്ലാം ഇങ്ങനെ വന്ന്
ഈ കാഴ്ച കാണാൻ നിൽക്കുന്ന എത്ര മനോഹരമായ കാഴ്ചയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വളരെയധികം വാഹനങ്ങളാണ് കേരള സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കാഴ്ച, മനോഹര കാഴ്ചയാണ്. എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ്. മന്ദമാരുതൻ്റെ ആ അലയൊലികളിൽ ഇങ്ങനെ തകർത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണിത്. എത്ര രസാവഹമായ ഒരു കാഴ്ചയുടെ ഭാഗമാണിത്. നമ്മുടെ ഫ്രണ്ടിൽ പോയി അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് 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 മാറി. നോക്കിയടാ, ഞങ്ങൾ 3 പേരുണ്ടോ കഴിക്കട്ടെ. നിന്റെ എടുക്കണ്ടേ? അച്ഛൻ്റെ ഞാനും കണ്ണനും എന്താ മതി നമുക്ക് ഫോട്ടോ എടുക്കാം.